ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മൊഡ്യൂൾ 3 ലാസ്റ്റ് പാർട്ട് ആയ പവർ സ്ക്രൂവിലേക്കാണ് അടുത്തത് പോകുന്നത്. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് ബോൾട്ടഡ് ജോയിൻസ് ആണ്, ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്. അതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇപ്പോൾ പവർ സ്ക്രൂ വരുന്നത്. അപ്പോൾ ത്രെഡഡ് ജോയിൻസിലെ അല്ലെങ്കിൽ ത്രെഡഡ് ഫാസ്റ്റനേഴ്സിലെ പ്രോബ്ലംസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ത്രെഡഡ് ജോയിൻസ് അല്ലെങ്കിൽ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഫാസ്റ്റനിങ് പർപ്പസ് ആയിരുന്നു. എന്താണ് ഫാസ്റ്റൻ ചെയ്യാന്ന് വെച്ചാൽ, ഫാസ്റ്റനിങ് പർപ്പസ് എന്ന് വെച്ചാൽ രണ്ട് മെറ്റൽ പാർട്സ് അല്ലെങ്കിൽ രണ്ട് മെഷീൻ കമ്പോണൻസ് തമ്മിൽ ജോയിൻ ചെയ്യുക, അതായത് ടെമ്പററി ജോയിന്റ് ഉണ്ടാക്കുക. അപ്പോൾ ടെമ്പററി ജോയിന്റിൽ പെടുന്നതാണ് സ്ക്രൂ ജോയിൻസ് ഒക്കെ. പക്ഷെ അത് നമ്മൾ ഫാസ്റ്റനിങ് പർപ്പസ് അല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള രണ്ട് മെഷീൻ പാർട്സിനെ, മെഷീൻ കമ്പോണൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടും അതിനകത്ത് യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ത്രെഡ് ആയിരിക്കും. ഇനി അടുത്തത് വരുന്നത് പവർ സ്ക്രൂ. ഈ പവർ സ്ക്രൂ എന്ന് പറയുന്നത് ഫാസ്റ്റനിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ലിഫ്റ്റ്, ഹെവി ഓബ്ജക്ട്സിനൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒക്കെ ആണ് പവർ സ്ക്രൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പവർ സ്ക്രൂ നോക്കാം. A power screw is a mechanical device used for converting rotary motion into linear motion and transmitting power. അപ്പോൾ പവർ സ്ക്രൂ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. നമ്മൾ അതായത് ലീനിയർ മോഷൻ, അതായത് റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല പവർ ട്രാൻസ്മിഷനും നമ്മൾ പവർ സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഈ ആപ്ലിക്കേഷൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് പവർ സ്ക്രൂ എന്ന് പറയുന്നത്. ടു റേസ് ദ ലോഡ് റേസ് ചെയ്യാൻ, ഹെവി ലോഡിനൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പവർ സ്ക്രൂ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സ്ക്രൂ ജാക്ക്. സ്ക്രൂ ജാക്കിനകത്ത് പവർ സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ട്. പവർ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ടു ഒബ്റ്റെയിൻ ദ ആക്യുറേറ്റ് മോഷൻ ഇൻ മെഷീനിങ് ഓപ്പറേഷൻസ്. അതായത് റോട്ടറി മോഷനെ ലീനിയർ മോഷനൊക്കെ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ലെയ്ത്തിനകത്ത് യൂസ് ചെയ്യുന്ന ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ടു ക്ലാമ്പ് വർക്ക് പീസ്, അതായത് നമ്മുടെ ബെഞ്ച് വൈസ്, നമ്മുടെ മെഷീൻ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ചെറിയ വൈസ് ആയിരിക്കും. പിന്നെ ലാർജ് ടൈപ്പ് വൈസ് ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബെഞ്ച് വൈസ്, അതിനൊക്കെ യൂസ് ചെയ്യുന്നത് പവർ സ്ക്രൂ ആണ്. ആൻഡ് ഫോർത്ത് വൺ, ടു ലോഡ് എ സ്പെസിമെൻ, എക്സാമ്പിൾ UTM. അപ്പോൾ UTM നിങ്ങൾ UTMൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ലാബിൽ എക്സ്പെരിമെന്റ് S3 SM ലാബ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഇത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, ടെൻഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ലോഡ് ചെയ്യുന്നത് വേണ്ടി ആ ലോഡ് അപ്ലൈ ചെയ്യുന്നത് പവർ സ്ക്രൂ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് പവർ സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റനിങ് പർപ്പസ് അല്ല. എന്തൊക്കെയാണ് പവർ ട്രാൻസ്മിഷൻ, പിന്നെ മോഷൻ, പവർ ട്രാൻസ്മിഷൻ, മോഷൻ, കൺവെർഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി പവർ സ്ക്രൂവിൽ യൂസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്സ് ഏതൊക്കെയെന്നാണ്. ഇവിടെ നമ്മൾ വി ത്രെഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ത്രെഡ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് നമ്മൾ ഫാസ്റ്റനിങ് സ്ക്രൂവിലാണ്. പക്ഷെ അത് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വി ത്രെഡ്സ് ആർ യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് പർപ്പസ് ബിക്കോസ് ഹൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു അവോയ്ഡ് ലൂസനിങ് ഓഫ് അസംബ്ലി. അതായത് വി ത്രെഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫാസ്റ്റനിങ് പർപ്പസിനാണ്. കാരണം അതിനകത്ത് എന്ന് വെച്ചാൽ വി ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹൈ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അതായത് മേറ്റിംഗ് സർഫസസ് തമ്മിൽ ഹൈ ഫ്രിക്ഷൻ ആയിരിക്കും. ആ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ് ഫാസ്റ്റനിങ് പർപ്പസിന്. കാരണം അതായത് മെഷീനിങ് അസംബ്ലി ലൂസ് ആവാതെ നോക്കും ആ ഫ്രിക്ഷനിങ് ഉള്ളത്. പക്ഷേ ഇവിടെ ഈ കേസിൽ ഫ്രിക്ഷൻ പറ്റില്ല നമ്മുടെ പവർ സ്ക്രൂവിൻ്റെ കേസിൽ. കാരണം അവിടെ എപ്പോഴും റിലേറ്റീവ് മോഷൻ ഉണ്ട്, അതായത് മീറ്റിംഗ് പാർട്സ് തമ്മിൽ. അതുകൊണ്ട് ഫ്രിക്ഷൻ അവിടെ ഒട്ടും നല്ലതല്ല. ഓൺ ദ അതർ ഹാൻഡ്, the purpose of power transmission threads is to reduce the friction between screw and a nut. Therefore, V-threads are not suitable for power screws. ഇത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രൂ ത്രെഡ് ഫോം ഏതൊക്കെയാണ്, ഏത് ടൈപ്പ് ത്രെഡുകളൊക്കെയാണ് നമ്മൾ പവർ സ്ക്രൂവിൽ യൂസ് ചെയ്യുന്നത്. 3 ടൈപ്പാണ് മെയിനായിട്ട് വരുന്നത്. സ്ക്വയർ ത്രെഡ്, അതായത് സ്ക്വയർ ക്രോസ് സെക്ഷനുള്ള ത്രെഡും,
ആക്മെ ത്രെഡ്, ആക്മെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ട്രപ്പിസോയിഡൽ ത്രെഡ് എന്ന് പറയും. ആൻഡ് തേർഡ് വൺ ബട്ടർസ് ത്രെഡ്. അതിൽ ഫസ്റ്റ് വൺ സ്ക്വയർ ത്രെഡ്. ഇതാണ് സ്ക്വയർ ത്രെഡ്. ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്വയർ ത്രെഡിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും. അതിന്റെ പ്രൊപ്പോർഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പവർ സ്ക്രൂവിൽ. അതിന്റെ എഫിഷ്യൻസി കൂടുതലാണ്, അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എലിമിനേറ്റ്സ് റേഡിയൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ സ്ക്രൂ ആൻഡ് നട്ട്. അപ്പോൾ റേഡിയൽ കമ്പോണന്റ് ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല. അത് ഇതിനകത്ത് സ്ക്വയർ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ അത് എലിമിനേറ്റ് ചെയ്യും. Expensive and difficult to cut using taps and dies, but can be cut on a lathe using single point tool. ഇത് കട്ട് ചെയ്യാനായിട്ട് ലെയ്ത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. സിംഗിൾ പോയിന്റ് ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ലെയ്ത്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ലെയ്ത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ട്രയാങ്കുലർ ത്രെഡ് ആയിരിക്കും. നമുക്ക് അതിനകത്ത് അതിൽ തന്നെ ഇത് സ്ക്വയർ ത്രെഡും കട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് കനോട്ട് ബി ഈസിലി കോമ്പൻസേറ്റഡ് ഫോർ വെയർ. വെയർ റേറ്റ് ഉണ്ടായിരിക്കും. ദെൻ ദ സ്ട്രെങ്ത് ഓഫ് സ്ക്രൂ ഡിപ്പെൻഡ്സ് ഓൺ ദ ത്രെഡ് തിക്നെസ് അറ്റ് ദ കോർ ഡയാമീറ്റർ. ത്രെഡിന്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തിരിക്കും അതിന്റെ സ്ട്രെങ്ത്. സ്ക്വയർ ത്രെഡ്സ് ഹാവ് ലെസ് തിക്നെസ് അറ്റ് കോർ ഡയാമീറ്റർ കമ്പയർഡ് ടു ട്രപ്പിസോയിഡൽ ത്രെഡ്സ്. ട്രപ്പിസോയിഡൽ ത്രെഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോർ ഡയാമീറ്റർ കുറവായിരിക്കും. ട്രപ്പിസോയിഡൽ ത്രെഡ് എന്ന് പറയുമ്പോൾ ഇതാണ്, കണ്ടോ, ഇതാണ് ട്രപ്പിസോയിഡൽ ത്രെഡ്. ഇതിന്റെ കോർ ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഡയാമീറ്റർ കോർ തിക്നെസ് താഴേക്ക് പോകുന്നതോറും കൂടി വരികയാണ്. അതുകൊണ്ട് സ്ട്രെങ്ത് കൂടുതൽ ട്രപ്പിസോയിഡൽ ത്രെഡിനായിരിക്കും. കാരണം കോർ ഡയാമീറ്റർ, അതായത് അടിയിലേക്ക് പോകുന്നതോറും അവിടെ കമ്പയർഡ് ടു സ്ക്വയർ ത്രെഡ് ഇതിന്റെ ഈ ട്രപ്പിസോയിഡലിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. അടുത്ത ആക്മെ ത്രെഡ്. ആക്മെ ഓർ ട്രപ്പിസോയിഡൽ ത്രെഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ആക്മെ ത്രെഡ് ഈസ് ഓൾസോ നോൺ ആസ് ട്രപ്പിസോയിഡൽ ത്രെഡ്സ്. അത് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ആണ്. ട്രപ്പിസോയിഡിന്റെ ഷേപ്പിലാണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ ആക്മെ ത്രെഡ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇറ്റ് ഈസ് എ മോഡിഫൈഡ് വേർഷൻ ഓഫ് സ്ക്വയർ ത്രെഡ്. സ്ക്വയർ ത്രെഡിനെ മോഡിഫൈ ചെയ്തൊരു ഫോമാണിത്. ആൻഡ് ഈസ് മച്ച് സ്ട്രോങ്ങർ ദാൻ സ്ക്വയർ ത്രെഡ്. ഇത് കുറച്ച് സ്ക്വയർ ത്രെഡിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ്. അതിന്റെ കാരണം പറയാൻ നേരത്തെ പറഞ്ഞതാണ്. സ്ക്വയർ ത്രെഡിനകത്ത് എന്ന് വെച്ചാൽ അടിയിൽ തൊട്ട് റൂട്ട് തൊട്ട് മുകളിൽ വരെ ഒരേ തിക്നെസ് ആയിരിക്കും. പക്ഷേ ഇവിടെ ട്രപ്പിസോയിഡിലാണെങ്കിൽ മുകളിൽ നിന്ന് റൂട്ടിലേക്ക് പോകുന്നതോറും എന്താണ് തിക്നെസ് കൂടി വരും. അപ്പം മാക്സിമം തിക്നെസ് റൂട്ടിലായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അതിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ ട്രപ്പിസോയിഡൽ ത്രെഡ് സ്ട്രോങ്ങർ ആയിരിക്കും കമ്പയർഡ് ടു സ്ക്വയർ ത്രെഡ്. ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 29 ഡിഗ്രിയാണ്. ഈ ആംഗിളാണ്, അതായത് രണ്ട് ത്രെഡിന്റെ ഇടയ്ക്കുള്ള ഈ ആംഗിൾ 29 ഡിഗ്രിയാണ്. 29 ഡിഗ്രി, അതായത് 2 ബീറ്റ. നമ്മൾ ബീറ്റ എന്നാണ് ഈ ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ബീറ്റയാണ് 29 ഡിഗ്രി. 29 to 30 ഡിഗ്രിയാണ് ചില കേസുകളിൽ എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ആംഗിൾ ബീറ്റയാണ്. ബീറ്റ നമ്മൾ സാധാരണ എടുക്കാറുള്ളത് 15 ഡിഗ്രിയാണ്, 15 ഡിഗ്രി. Then efficiency is slightly less than the square thread due to slope. ഇവിടെ ഈ സ്ലോപ്പ് വരുന്നതുകൊണ്ട് ഈ എഫിഷ്യൻസി സ്ക്വയർ ത്രെഡിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മളൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ സ്ക്വയർ ത്രെഡിന്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും, പക്ഷെ അത് എന്താണ് വീക്കാണ് കമ്പയർഡ് ടു ട്രപ്പിസോയിഡൽ ത്രെഡ്. പക്ഷെ എഫിഷ്യൻസി കൂടുതലാണ് സ്ക്വയർ ത്രെഡിന്. ട്രപ്പിസോയിഡൽ ത്രെഡിന് എഫിഷ്യൻസി കുറവാണ് സ്ക്വയർ ത്രെഡിനേക്കാളും. The trapezoidal threads results in side thrust or radial pressure on the nut. അപ്പോൾ റേഡിയൽ ലോഡ് അല്ലെങ്കിൽ റേഡിയൽ പ്രഷർ ഉണ്ടാവും ഇത് യൂസ് ചെയ്യുമ്പോൾ. സ്ക്വയർ ത്രെഡിൽ അത് ഉണ്ടാവില്ല. ദിസ് റേഡിയൽ പ്രഷർ ഓൺ ദ നട്ട് affects its പെർഫോമൻസ് കുറയും. റേഡിയൽ ത്രസ്റ്റ് അല്ലെങ്കിൽ റേഡിയൽ പ്രഷർ വരുന്നതുകൊണ്ട്. ആ റേഡിയൽ പ്രഷർ വരാൻ കാരണം കൊണ്ട് അവിടെ സ്ലോപ്പ് ഉള്ള കാരണം കൊണ്ടാണ്. Wear can be compensated by providing an adjustable split nut as in the lead screw of the lathe. ഇപ്പോൾ ലെയ്ത്തിൽ ഒരു ലീഡ് സ്ക്രൂവിൽ ഒരു സ്പ്ലിറ്റ് നട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വെയർ കുറയ്ക്കാൻ പറ്റും. ട്രപ്പിസോയിഡൽ ത്രെഡ് ഹാസ് മോർ തിക്നെസ് അറ്റ് കോർ ഡയാമീറ്റർ. നേരത്തെ പറഞ്ഞതാണ്.
than a square thread. Hence, trapezoidal thread is stronger than square thread. അടുത്തത് ബട്ടർസ് ത്രെഡ്. അപ്പോൾ ബട്ടർസ് ത്രെഡിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് 45 ഡിഗ്രിയിൽ സ്ലോപ്പ്, പിന്നെ വെർട്ടിക്കൽ, വീണ്ടും 45 ഡിഗ്രി, പിന്നെ വെർട്ടിക്കൽ. അങ്ങനെയാണ് ഈ ബട്ടർസ് ത്രെഡിൻ്റെ ഷേപ്പ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ദെൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കോമ്പിനേഷൻ ഓഫ് സ്ക്വയർ ത്രെഡ് ആൻഡ് ട്രപ്പിസോയിലർ ത്രെഡ് ആണ്. ഇറ്റ് കമ്പൈൻസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്ക്വയർ ത്രെഡ് ആൻഡ് ട്രപ്പിസോയിലർ ത്രെഡ്. അപ്പോൾ ഒരു സൈഡ് കണ്ട, ഇങ്ങനെ ഒരു സൈഡ് സ്ക്വയർ ത്രെഡിൻ്റെ പോലെയും മറ്റേ സൈഡ് ട്രപ്പിസോയിലർ ത്രെഡിൻ്റെ പകുതിയും ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ഇൻ സിംഗിൾ ഡയറക്ഷൻ. ഇതിൽ ഒരൊറ്റ ഡയറക്ഷനിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുള്ളൂ. സ്ക്വയറിലും ബട്ടർസിലൊക്കെ ആണെങ്കിൽ, അല്ല സ്ക്വയറിലും ട്രപ്പിസോയിലർ ത്രെഡിലൊക്കെ ആണെങ്കിൽ രണ്ട് സൈഡിലേക്കും പവർ ട്രാൻസ്മിഷൻ പറ്റും. ഇറ്റ് ഹാസ് ഹൈ എഫിഷ്യൻസി ആൻഡ് ഈസി ടു കട്ട്. അപ്പോൾ എഫിഷ്യൻസി കൂടുതലാണ്, പിന്നെ കട്ട് ചെയ്യാനും ഈസിയാണ്. ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ അതർ ഫോംസ് ഓഫ് ത്രെഡ്. സ്ട്രോങ് ആണ്. അപ്പോൾ സ്ക്വയർ ത്രെഡിനേക്കാളും ട്രപ്പിസോയിലർ ത്രെഡിനേക്കാളും സ്ട്രോങ്ങർ ആണ് ഇത് ബട്ടർസ് ത്രെഡ്. ഇത് യൂസ് ചെയ്യുന്നത് ബെഞ്ച് വൈസ് സ്പിൻഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ടെർമിനോളജി ഓഫ് പവർ സ്ക്രൂ. അപ്പോൾ പവർ സ്ക്രൂവിൽ അല്ലെങ്കിൽ പവർ സ്ക്രൂവിൽ യൂസ് ചെയ്യുന്ന ടെർമിനോളജി എന്തൊക്കെയാണ്? ഇതാണ് ഒരു പവർ സ്ക്രൂ കാണിച്ചിരിക്കുന്നത്. പവർ സ്ക്രൂവിൻ്റെ ഒരു ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ്. പിച്ച്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ത്രെഡ്സ് ഡിനോട്ടഡ് ബൈ പി. പിച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ത്രെഡിലെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ത്രെഡിലെ കറസ്പോണ്ടിങ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ആക്സിയൽ ഡിസ്റ്റൻസ്, അതാണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പിച്ച് എന്ന് പറയുന്നതൊക്കെ നേരത്തെ ത്രെഡിൽ പറഞ്ഞ പോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് പിച്ച് എന്ന് പറയുന്നത്. അടുത്തത് ഹെലിക്സ് ആംഗിൾ ഓർ ലീഡ് ആംഗിൾ ആൽഫ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഹെലിക്സ് ഓഫ് ദ ത്രെഡ് വിത്ത് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ സ്ക്രൂ. ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് ഹെലിക്സ്. ആംഗിൾ മെയ്ഡ് ബൈ ദ ഹെലിക്സ് വിത്ത് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് ആക്സിസ്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിനും ഈ ഹെലിക്സും തമ്മിലുള്ള ആംഗിളാണ് ഇതാണ്. ഈ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ലീഡ് ആംഗിൾ. അപ്പോൾ ലീഡ് ആംഗിൾ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഹെലിക്സ് ആംഗിൾ ഓർ ലീഡ് ആംഗിൾ. ദെൻ ടാൻ ആൽഫ ഇസിക്കൽ ടു, നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ടാൻ ആൽഫ ഇസിക്കൽ ടു എൽ ഡിവൈഡ് ബൈ പൈ ഡി ടു. ഈ എൽ എന്ന് പറയുന്നത് ലീഡാണ്, ഡിവൈഡ് ബൈ പൈ ഡി ടു. ഈ ഇക്വേഷൻ നമ്മുടെ ഡാറ്റ ബുക്കിൽ ഉണ്ട്, പേജ് നമ്പർ 133. ഇക്വേഷൻ നമ്പർ 910B ആണ്. ടാൻ ആൽഫ ഇസിക്കൽ ടു എൽ ഡിവൈഡ് ബൈ പൈ ഡി ടു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽഫ ഇസിക്കൽ ടു ടാൻ ആൽഫ ഇസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇത് പൈ ഡി ടു. ദെൻ ഇത് പറയുന്നത് ലീഡ് ഇസിക്കൽ ടു എൻ ഇൻറ്റു പി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ത്രെഡ്സ് ആൻഡ് പി എന്ന് പറയുന്നത് പിച്ച്. എൽ എന്ന് പറയുന്നപ്പോൾ ലീഡാണ്, എൽ ഇസിക്കൽ ടു എൻ പി. ഇനി ഇവിടെ ഡയാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഡയാമീറ്റേഴ്സ് നമ്മൾ വരും, അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട് 1 by 1 ആയിട്ട്. ലീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് വിച്ച് എ സ്ക്രൂ ത്രെഡ് അഡ്വാൻസസ് ആക്സിയലി ഇൻ വൺ റൊട്ടേഷൻ ഓഫ് ദ നെറ്റ്. അതായത് നട്ടിൻ്റെ ഒരു റൊട്ടേഷനിൽ സ്ക്രൂ ത്രെഡ് എത്ര അഡ്വാൻസ് ചെയ്യുന്നു, ഒരു റൊട്ടേഷനിൽ അത് ലീനിയർ ആയിട്ട് സ്ക്രൂ എത്ര മൂവ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡ് കണ്ടുപിടിക്കാനായിട്ട് ലീഡ് എൽ ഇസിക്കൽ ടു സ്മോൾ ലെറ്റർ എൽ ആണ്, ഇസിക്കൽ ടു എൻ ഇൻറ്റു പി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട്, നമ്പർ ഓഫ് ത്രെഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റാർട്ട്, അതായത് സിംഗിൾ സ്റ്റാർട്ട്, മൾട്ടി സ്റ്റാർട്ട്, ഡബിൾ സ്റ്റാർട്ട്, ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നുള്ളൂ. സിംഗിൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ത്രെഡ് ഉണ്ടായിരിക്കുള്ളൂ. ഡബിൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിൽ നിന്ന് ഒരു ത്രെഡ് സ്റ്റാർട്ട് ചെയ്യും, അതിൻ്റെ ഡയാമീറ്ററിൽ ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് അടുത്ത ത്രെഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 2 ത്രെഡ് ആയിരിക്കും ഒന്നിച്ച് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഡബിൾ സ്റ്റാർട്ട്, അല്ലെങ്കിൽ 3 ത്രെഡ് ഉണ്ടെങ്കിൽ 3 ട്രിപ്പിൾ സ്റ്റാർട്ട്. അപ്പോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട്സ്, എത്ര സ്റ്റാർട്ട് ഉണ്ടെന്നുള്ളതാണ്. പി എന്ന് പറയുന്നത് പിച്ച്. അപ്പോൾ ലീഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എത്ര ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ എൻ ഇസിക്കൽ ടു 2 ആയിരിക്കും. ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ എൻ ഇസിക്കൽ 3 ആയിരിക്കും. അടുത്തത് നോമിനൽ ഡയാമീറ്റർ ഡി. എന്ന് പറയുന്നത് നമ്മുടെ മേജർ ഡയാമീറ്റർ തന്നെയാണ് സ്ക്രൂവിൻ്റെ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ ഔട്ടർ
diameter or major diameter. It is the largest diameter of the screw thread. ലാർജസ്റ്റ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡി കണ്ടോ, ഏറ്റവും പുറത്തുള്ള ഈ ഡയമീറ്ററാണ് ഡി എന്ന് പറയുന്നത്. ഇനി കോർ ഡയമീറ്റർ ഉണ്ട്, അതാണ് D1. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനർ ഡയമീറ്റർ. ഈ രണ്ടിന്റെ ഇടയിലുള്ള ഡയമീറ്റർ ഉണ്ട്, അതിനെയാണ് നമ്മൾ പിച്ച് ഡയമീറ്റർ പറയുക. അപ്പോൾ അത് നോക്കാം എന്താണ്. റൂട്ട് ഡയമീറ്റർ D1. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കോർ ഡയമീറ്റർ അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ, ഇന്നർ ഓർ മൈനർ ഡയമീറ്റർ എന്നൊക്കെ പറയും. അത് ഡിനോട്ട് ചെയ്യുന്നത് D1 എന്നാണ്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ത്രെഡ്. ഇന്റേണൽ ത്രെഡ് ആയാലും എക്സ്റ്റേണൽ ത്രെഡ് ആയാലും അതിന്റെ സ്മോളസ്റ്റ് ഡയമീറ്റർ ആണ് കോർ ഡയമീറ്റർ അല്ലെങ്കിൽ ഇന്നർ ഡയമീറ്റർ, റൂട്ട് ഡയമീറ്റർ ഓർ മൈനർ ഡയമീറ്റർ. അടുത്ത് മീൻ ഓർ പിച്ച് ഡയമീറ്റർ. ഇറ്റ് ഈസ് ദ തിയറട്ടിക്കൽ ഡയാമീറ്റർ ബിറ്റ്വീൻ മേജർ ആൻഡ് മൈനർ ഡയാമീറ്റർ. അപ്പോൾ മേജർ ഡയാമീറ്ററിനും മൈനർ ഡയാമീറ്ററിനും ഇടയിലുള്ള ഡയാമീറ്റർ, അതിനാണ് നമ്മൾ പിച്ച് ഡയാമീറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് D2 എന്ന ലെറ്റർ വെച്ചിട്ടാണ്. It is denoted by D2. ഇനി D2 is equal to D minus P by 2. അപ്പോൾ D2, അപ്പോൾ പിച്ച് ഡയാമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് പിച്ച് ഡയാമീറ്റർ D2 is equal to D minus P by 2. D എന്ന് പറയുന്നത് മേജർ ഡയാമീറ്റർ അല്ലെങ്കിൽ ഔട്ടർ ഡയാമീറ്റർ മൈനസ് പിച്ച് ബൈ 2, ഓർ D2 is equal to D1 plus D by 2. അപ്പോൾ ഈ ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ ഇല്ല, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. D2 is equal to D minus P by 2 or D2 is equal to D1 plus D by 2. അടുത്ത ഫ്രിക്ഷണൽ ഫോഴ്സ്. It is the opposing force which acts in the opposite direction of the movement of load. അപ്പോൾ ലോഡ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അപ്പോൾ ലോഡ് മൂവ് ചെയ്യുമ്പോൾ എന്തായാലും അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ, അതിനാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ദിസ് ഈസ് ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു പാർട്സ്. അതായത് ഇപ്പം നട്ട്, ഇപ്പം നമ്മുടെ സ്ക്രൂ ത്രെഡ് ഒരു ആയിട്ട് നട്ടുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എൻഗേജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിലേറ്റീവ് മോഷൻ വരും. റിലേറ്റീവ് മോഷൻ വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ പരമാവധി കുറവായിരിക്കും. നമ്മളിവിടെ ലൂബ്രിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് പരമാവധി കുറയ്ക്കുകയാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കും. പക്ഷേ ഫാസ്റ്റനിങ് പർപ്പസിലാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മസ്റ്റ് ആണ്, എന്നാലേ അത് ടൈറ്റ് ആവുള്ളൂ, ടൈറ്റ് ജോയിന്റ് ആവുള്ളൂ. നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എഫ്. നമ്മളിവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എഫ് ആണ്, സ്മോൾ ലെറ്റർ എഫ്. സാധാരണ നമ്മൾ യൂസ് ചെയ്തിരുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് മ്യൂ ആയിരുന്നു. പക്ഷെ ഇവിടെ മ്യൂ കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഡാറ്റ ബുക്കിൽ യൂസ് ചെയ്തേക്കുന്ന നൊട്ടേഷൻ മ്യൂ ആണ്, മ്യൂ അല്ല എഫ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ആൻഡ് നോർമൽ റിയാക്ഷൻ Fn. അത് നമുക്കറിയാം. ദെൻ എഫ് ഇസ് ഈക്വൽ ടു ഫ്രിക്ഷൻ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ടാൻ ഫൈ. ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഇത് ഇക്വേഷൻ പേജ് നമ്പർ 133 ഉണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, മുമ്പ് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. Then tangential force Ft for square thread at mean radius of screw. Ft കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ W tan phi പ്ലസ് ആൽഫ. W എന്ന് പറയുന്നത് ലോഡാണ്, ലിഫ്റ്റ് ചെയ്യുന്ന ലോഡ്, ടാൻ ഫൈ പ്ലസ് ആൽഫ. ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആൽഫ എന്ന് പറയുന്നത് ലീഡ് ആംഗിൾ അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിൾ, ഓർ Ft is equal to W. ഇപ്പം ടാൻ ഫൈ പ്ലസ് ആൽഫ, അപ്പോൾ ടാൻ ഫൈ പ്ലസ് ആൽഫനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ടാൻ ആൽഫ പ്ലസ്, ഇവിടെ ഇത് എക്സ്പാൻഡ് ടാൻ എ പ്ലസ് ബി, അതിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അത് ടാൻ ആൽഫ പ്ലസ് ടാൻ ഫൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ഫൈ ടാൻ ആൽഫ. ഈ ടാൻ ഫൈക്ക് പകരമാണ് എഫ്. ടാൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, ടാൻ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ടാൻ ആൽഫ പ്ലസ് ടാൻ ഫൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ഫൈ ടാൻ ആൽഫ, അങ്ങനെയാണ് ശരിക്കും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷെ ഇവിടെ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞത് എഫ് ഇസ് ഈക്വൽ ടു ടാൻ ഫൈ. അപ്പോൾ ടാൻ ഫൈക്ക് പകരം എഫ് കൊടുത്തിരിക്കുന്നതാണ് ഈ ഇക്വേഷനിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ടാൻ ആൽഫ പ്ലസ് എഫ് ഡിവൈഡ് ബൈ 1 മൈനസ് എഫ് ടാൻ ആൽഫ. ഇക്വേഷൻ ഡാറ്റ ബുക്കിലുണ്ട്. ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് ഈസ് ഈക്വൽ ടു W ഇൻറ്റു D2 ഡിവൈഡ് ബൈ 5 പ്ലസ് ആൽഫ. ഇനി കോളർ ഫ്രിക്ഷൻ. നമ്മുടെ
FTയുടെ ഇക്വേഷൻ കിട്ടി. ഇവിടെ ഈ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ്, അതിനകത്തൊരു കറക്ഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ടാൻ 5 WD2/2 ഇൻറ്റു ടാൻ 5 പ്ലസ് ആൽഫയാണ് ആയിരുന്നു. അപ്പോൾ ടാൻ ഇട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ടാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ടോർക്ക്, അതൊരു ലോഡ്, പർട്ടിക്കുലർ ലോഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ടോർക്കാണ്, ടോർക്കിൻ്റെ ഇക്വേഷനാണിത്. അപ്പോൾ ടാൻ 5 പ്ലസ് ആൽഫ എന്നുള്ളത് നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് എഴുതും. കോളർ ഫ്രിക്ഷൻ, അപ്പോൾ ഇഫ് ദ സ്ക്രൂ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ കോളർ, ഇവിടെ ഒരു കോളർ കണ്ടോ, ഇതാണ് സ്ക്രൂവിൻ്റെ അടിയിൽ ഒരു കോളർ, ത്രസ്റ്റ് കോളർ പ്രൊവൈഡ് ചെയ്യും ചില കേസിൽ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ടോർക്ക് റിക്വയർഡ് ടു ഓവർകം കോളർ ഫ്രിക്ഷൻ. അപ്പോൾ ഇനി കോളർ ഫ്രിക്ഷൻ്റെ ഫ്രിക്ഷനെയും കൂടി ഓവർകം ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനായിട്ടുള്ള ടോർക്ക് ആണ് TC എന്ന് പറയും. അപ്പോൾ TC = W × FC × DC/2. ഇക്വേഷൻ പേജ് നമ്പർ 134 DC എന്ന് പറയുന്നത് D' + D"/2. അതായത് D' എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട് ഔട്ടർ ഡയ ഓഫ് കോളർ, D" എന്ന് പറയുന്നത് ഇന്നർ ഡയ ഓഫ് കോളർ. അതല്ലെങ്കിൽ ഇവിടെ ഓരോ കേസ് ഉണ്ട്. ഫോർ യൂണിഫോം വെയർ കണ്ടീഷൻ, യൂണിഫോം പ്രഷർ കണ്ടീഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ മിക്കവാറും നമ്മൾ അസ്യൂം ചെയ്യുന്നതായിരിക്കും. അസ്യൂം ചെയ്യുമ്പോൾ യൂണിഫോം വെയർ കണ്ടീഷൻ അസ്യൂം ചെയ്യാം. പിന്നെ FC എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ കോളറിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് FC ആണ്. ദെൻ ഫോർ സ്ക്വയർ ത്രെഡഡ് total frictional torque including collar friction torque for raising the load is equal to TR. TR is equal to ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇവിടെ TR അതായത് ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് equal to W/2 × D2. W എന്ന് പറയുന്നത് ലോഡാണ്, D2 എന്ന് പറയുന്നത് അതിൻ്റെ ഡയാമീറ്റർ ആണ്, പിച്ച് ഡയാമീറ്റർ. F എന്ന് പറയുന്നത് ടാൻ 5 പ്ലസ് ടാൻ ആൽഫ 1 മൈനസ് F എന്ന് പറയുന്നത് ടാൻ 5 ആണ്, പ്ലസ് FC/DC. FC എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് കോളർ ആൻഡ് DC എന്ന് പറയുന്നത് ഡയാമീറ്റർ ഓഫ് കോളർ. DC എന്ന് പറയുന്നത് പിച്ച് ഡയാമീറ്റർ ഓഫ് കോളർ, പിച്ച് ഓർ മീൻ ഡയാമീറ്റർ ഓഫ് ത്രസ്റ്റ് കോളറിന്റെ മീൻ ഡയാമീറ്റർ ആണ് TC എന്ന് പറയുന്നത്. ഇത് ഇക്വേഷൻ പേജ് നമ്പർ 135 ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ എക്സ്പാൻഷൻ ആണ്. ടാൻ 5 പ്ലസ് ആൽഫ എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഈ ടാൻ 5 എന്ന് പറയുന്നതാണ് F, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 5 എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അടുത്തത് ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ്, അത് ലോഡ് താഴ്ത്താനായിട്ടുള്ള ടോർക്ക് എത്ര വേണം എന്നുള്ളത്. അതിന് നമ്മൾ TL എന്ന് കൊടുക്കാം. TR നമ്മൾ റേസ് ചെയ്യാനുള്ള ടോർക്കിന് TR എന്ന് കൊടുത്തപ്പോൾ TL. അപ്പോൾ TRന്റെ ഇക്വേഷൻ നമ്മുടെ ഡാറ്റ ബുക്കിലുള്ളൂ, ബാക്കി ഇതിന്റെ ഈ ഇക്വേഷനും ഡാറ്റ ബുക്കിലില്ല. പക്ഷേ ഈ ഇക്വേഷൻ ഏകദേശം ഈ ഇക്വേഷനും സെയിം ആണ്, അത് ആ നെഗറ്റീവ് പോസിറ്റീവ് മാത്രം മാറ്റിയാൽ മതി. ദാറ്റ് ഈസ് W/2 × D, എല്ലാ ടേംസ് ഒക്കെ സെയിം തന്നെ, D2 × F മൈനസ് ടാൻ ആൽഫ. അപ്പോൾ ഇവിടെ F പ്ലസ് ടാൻ ആൽഫ എന്നുള്ളത് ലോവർ ചെയ്യേണ്ട ടോർക്കിന്റെ ഇക്വേഷനിൽ F മൈനസ് ടാൻ ആൽഫ എന്ന് വരും. അപ്പോൾ ഇവിടെ മൈനസ് ആവും, താഴെ പ്ലസ് ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ F മൈനസ് ടാൻ ആൽഫ / 1 പ്ലസ് F ടാൻ ആൽഫ പ്ലസ് FC/DC. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, രണ്ട് ഇക്വേഷനും എല്ലാ ടേംസും സെയിം തന്നെയാണ്. മൈനസ് പോസിറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ഇക്വേഷൻ ഇവിടെ ഡാറ്റ ബുക്കിലുണ്ട്. വെയിറ്റ് ലോവർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ലോഡ് ലോവർ ചെയ്യാനുള്ള ടോർക്കിന്റെ ഇക്വേഷൻ ഡാറ്റ ബുക്കിലില്ല. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഡാറ്റ ബുക്കിലുണ്ട്, ഇതിങ്ങനെ തന്നെ ആണ് ഡാറ്റ ബുക്കിൽ കിടപ്പുണ്ട്. ഇനി ലോവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്ലസ് മൈനസ് അങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ ലോവർ ചെയ്യേണ്ടതാണെങ്കിൽ F മൈനസ് ടാൻ ആൽഫ / 1 പ്ലസ് F ടാൻ ആൽഫ എന്ന് വരും. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി എഫിഷ്യൻസി ഓഫ് എ സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ. Efficiency of screw is defined as the ratio of torque required to raise the load without friction to the torque required to raise the load with friction. അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എഫിഷ്യൻസി പറയുന്നത് ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ റേഷ്യോ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ T'. അതായത് ഫ്രിക്ഷൻ ഇല്ലാതെ നമ്മൾ എത്ര ടോർക്ക് വേണം, അത് കുറവായിരിക്കും ഡിവൈഡ് ബൈ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് വിത്ത് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷനോട് കൂടി
ലോഡ് റേസ് ചെയ്യണമെങ്കിൽ ടോർക്ക് കൂടുതൽ വേണം. കാരണം എന്താ വെച്ചാൽ ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യണം. അപ്പോൾ ലോഡ് കൂടുതലായിരിക്കും വേണ്ടി വരിക. അപ്പോൾ ടോർക്ക് റിക്വയർഡ് ടു റേസ് ലോഡ് വിത്ത് ഫ്രിക്ഷൻ ടി ഈസ് ഈക്വൽ ടു ഇതാണ് WD2/2 പ്ലസ് ടാൻ ഫൈവ് പ്ലസ് ആൽഫ. ഇക്വേഷൻ നമ്പർ പേജ് നമ്പർ 134 Then torque required to raise the load without friction T dash is equal to WD2 divided by tan alpha. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഈ ഫൈ എന്നുള്ള ടേം ഉണ്ടാവില്ല, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നുള്ള ടേം ഉണ്ടാവില്ല. അപ്പോൾ ടാൻ ആൽഫ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, WD2/tan alpha. Then efficiency is equal to T dash by T, that is tan alpha. WD2/2 എന്നുള്ള രണ്ട് മുകളിൽ താഴെയുള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോയി. Then tan alpha divided by tan 5 plus alpha, or efficiency is equal to ഇത് tan alpha. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിട്ട് ടാൻ ഫൈവ് എന്നുള്ള ടേം എഫ് എന്ന് കൊടുക്കുക. അപ്പോൾ ടാൻ ആൽഫ ഇൻറ്റു 1 - എഫ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ ആൽഫ പ്ലസ് എഫ്. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതാണ്, പേജ് നമ്പർ 134 ദെൻ എഫിഷ്യൻസി ഓഫ് സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ കൺസിഡറിങ് കോളർ ഫ്രിക്ഷൻ. അപ്പം ഇനി കോളർ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് D2 tan alpha divided by D2 into tan alpha plus F divided by 1 - F tan alpha plus FC DC. Equation number 9.12b, page number 135. Next, self-locking and overhauling in power screws. എന്താണ് സെൽഫ് ലോക്കിംഗ്, എന്താണ് ഓവർഹോളിംഗ് എന്ന് നമുക്ക് നോക്കാം. Then frictional torque required to raise the load. അതായത് ഫ്രിക്ഷണൽ ടോർക്ക്, അതായത് ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് വിത്ത് ഫ്രിക്ഷൻ. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്, WD2/2 ഇൻറ്റു ടാൻ 5 പ്ലസ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ഹെലിക്സ് ആംഗിൾ, ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇഫ് ഫൈ ലെസ് ദാൻ ആൽഫ, ഇഫ് ഫൈ എന്നുള്ളത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ആൽഫ, ദെൻ എബോവ് ഇക്വേഷൻ ഓഫ് ടോർക്ക് ബിക്കംസ് നെഗറ്റീവ്. അപ്പോൾ ഈ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, നെഗറ്റീവ് ടേം വരും. ദാറ്റ് ഈസ് ലോഡ് വിൽ മൂവ് ഡൗൺവേർഡ് വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് എനി ടോർക്ക്. അപ്പോൾ അതായത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇത് ആംഗിൾ ഓഫ് ഹെലിക്സ് ആംഗിളിനെങ്കിലും കുറവാണെങ്കിൽ, ഫ്രിക്ഷൻ കുറവാണെങ്കിൽ, ഭയങ്കര കുറവാണെങ്കിൽ ലോഡ് എന്താണ്, നമ്മൾ എക്സ്റ്റേണൽ ടോർക്ക് കൊടുക്കാതെ തന്നെ ലോഡ് താഴേക്ക് മൂവ് ചെയ്യും. Such a condition is known as overhauling screw. അതിനെയാണ് നമ്മൾ ഓവർഹോളിംഗ് സ്ക്രൂ എന്ന് പറയുന്നത്, ഓർ ബാക്ക് ഡ്രൈവിംഗ് ഓഫ് സ്ക്രൂ. ഇനി കണ്ടീഷൻ ഫോർ ഓവർഹോളിംഗ് നോക്കാം. അപ്പോൾ ടാൻ ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ, കണ്ടീഷൻ ഫോർ ഓവർഹോളിംഗ് ഇത് നമ്മുടെ പേജ് നമ്പർ 135 ഉണ്ട് ഇക്വേഷൻ. ടാൻ ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ FD2 പ്ലസ് FCDC ഡിവൈഡ് ബൈ D2 മൈനസ് F ഇൻറ്റു FCDC ആണ്. On the other hand, if phi greater than alpha, on the other hand, ഇതാണ് നമ്മുടെ ഓവർഹോളിംഗ് കണ്ടീഷൻ്റെ വരുന്നത്. ഇനി ഓവർഹോളിംഗ് അല്ലെങ്കിൽ on the other hand, അതായത് മറ്റേ കേസ് ഫൈ ആൽഫയേക്കാളും കുറവായിരുന്ന കേസാണ് പറഞ്ഞത്. ഇനി അടുത്ത് ഫൈ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ എന്തായിരിക്കും, ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ് ഈസ് പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് എഫർട്ട് ഈസ് ടു ബി അപ്ലൈഡ് ഇൻ ഓർഡർ ടു ലോവർ ദ ലോഡ്. അപ്പോൾ നമുക്ക് ഒരു എഫർട്ട് അപ്ലൈ ചെയ്യണം. ഫൈ ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാവും, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ലോഡ് ഒരു റേസ് ചെയ്യണമെങ്കിലും ലോവർ ചെയ്യണമെങ്കിലും നമുക്കൊരു എഫർട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും, എക്സ്റ്റേണൽ ടോർക്ക് കൊടുക്കേണ്ടി വരും. സച്ച് എ സ്ക്രൂ ഈസ് നോൺ ആസ് സെൽഫ് ലോക്കിംഗ് സ്ക്രൂ. അങ്ങനെയുള്ള സ്ക്രൂവിനെയാണ് സെൽഫ് ലോക്കിംഗ് സ്ക്രൂ എന്ന് പറയുന്നത്. ഇനി എഫിഷ്യൻസി ഓഫ് എ സെൽഫ് ലോക്കിംഗ് സ്ക്രൂ എന്താണെന്ന് നോക്കാം. എന്താണ് സെൽഫ് ലോക്കിംഗ് സ്ക്രൂവിൻ്റെ എഫിഷ്യൻസി? നമുക്കറിയാം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ 5 പ്ലസ് ആൽഫയാണ്. ഇതാണ് സ്ക്വയർ ത്രെഡഡ് സ്ക്രൂവിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഫോർ സെൽഫ് ലോക്കിംഗ് ആണെങ്കിൽ ഫൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ 5. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഫൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഫൈ ഈക്വൽ ടു ആൽഫ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ടാൻ 5 ഡിവൈഡ് ബൈ ടാൻ 5 പ്ലസ് 5. ദാറ്റ് ഈസ് എഫിഷ്യൻസി ടാൻ 5 ഡിവൈഡ് ബൈ ടാൻ 2/5 ഓർ ടാൻ 2/5. ടാൻ 2/5 എന്ന് പറയുന്നത് 2 ടാൻ 5 ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 5. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഈസ് less than or equal to tan 5 divided by 2 tan 5
by 1 minus tan square phi. That is tan phi into 1 minus tan square phi divided by 2 tan phi. That is 1 minus tan square phi by 2. That is efficiency less than or equal to 1 by 2 minus tan square phi by 2. Thus, efficiency of self-locking screw is less than 50%. Efficiency of self-locking screw എന്ന് പറയുന്നത് it is less than 50%. അതായത് efficiency നമ്മൾ efficiency calculate ചെയ്തിട്ട് അത് less than നമ്മൾ efficiency കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എഫിഷ്യൻസി ലെസ് ദാൻ 50% ആണെങ്കിൽ അത് സെൽഫ് ലോക്കിംഗ് സ്ക്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഓവർഹോളിംഗ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഈസ് മോർ ദാൻ 50%. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ദെൻ സ്ക്രൂ ഈസ് ഓവർഹോളിംഗ്. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി 50% കുറവാണെങ്കിൽ സെൽഫ് ലോക്കിങ്ങും, അതിൽ കൂടുതലാണെങ്കിൽ അത് ഓവർഹോളിംഗും ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.